ആഹാ, ഞാൻ ഇവിടെ വന്ന് വിഷമിച്ചിരിക്കുന്നു. ഇതിനാണ് അണ്ണാനെ കളഞ്ഞു പോലെ ഇരിക്കുന്നത്. എന്നാ സംഭവം? കളഞ്ഞു പോയാൽ എന്നെ ഒന്ന് ഒട്ടിച്ചു തരാവോ? ഒട്ടിച്ചാലോ? നീ എന്നാ സ്റ്റിക്കറാണോ ഒട്ടിക്കാൻ? എന്നെ ഏതെങ്കിലും ഭിത്തിയൊന്ന് ഒട്ടിച്ച് തരാവോ? നീ കാര്യം പറ, മനസ്സിലാവുന്നില്ല. എന്നെ ആവശ്യത്തിന് തേച്ച് വെച്ചു പോയിരിക്കുവോ? ആര് തേച്ച് വെച്ചത്? അമ്മ 6 വർഷം ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചു ആത്മാർത്ഥമായിട്ട്. എന്റെ അശ്വതി. അവള് 3 വർഷമായിട്ട് ഇപ്പൊ എന്നോട് മിണ്ടണമില്ല. എന്നെ കണ്ടിട്ട് എന്റെ ഫേസ്ബുക്ക് വരെ ഇപ്പൊ ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെ വിഷമിച്ചിരിക്കലടാ. എനിക്ക് സങ്കടം വരില്ല മാമ, ഞാനൊരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചല്ലേ. ഈ സമയത്തൊക്കെ പോയത് ഓട്ടെ, അല്പം സന്തോഷിക്കണം. നീ ഇവിടെ തന്നെ ഞാൻ കാണിച്ചു തരാം. ദേ അല്പം സന്തോഷത്തെ ഞാൻ കാണിച്ചാ. ഒരു പാട്ടോട് വെച്ച് നീ പാട്ട് വെക്ക. നീ പാട്ട് വെക്കടാ, ഞാൻ കാണിച്ചു തരാം. ചുമ്മാ ഏത് കേസും പറഞ്ഞു വെറുതെ പെണ്ണ് പോലെ പറഞ്ഞു. സന്തോഷിക്കടാ. അമ്മാവ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ മൂട്ടി തീ പിടിച്ചിരിക്കാൻ ഞാൻ പറഞ്ഞേക്കാം. മൂട്ടി തീ പിടിച്ച ചുമ്മാ ഒരു കരിഞ്ഞ മണം. നമുക്ക് വയർ കോഴ്സിനെ വിളിക്കാം. അമ്മ നിങ്ങളൊന്ന് മനസ്സിലാക്കി, എന്റെ അവസ്ഥ മനസ്സിലാക്കി. എടാ ഒരു പെണ്ണ് പോയാ 9 വരും. 9 കൊണ്ട് ഞാൻ നടക്കാൻ അതല്ല, ഒരു പെണ്ണ് പോയാ 9 പെണ്ണ് വരും. അങ്ങനെ ഇന്ത്യയില് ഒരു പുരുഷന് 7 സ്ത്രീ വെച്ചുണ്ട്. ഒരു വർഷം കൂടെ കഴിയുമ്പോൾ അത് 9 ആകും. മനസ്സിലായോ? എനിക്ക് 9 അല്ല വലുത്. എനിക്ക് 9 അല്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എന്റെ അച്ചു അവൾ എന്നെ ഉപേക്ഷിച്ചു പോയി. അമ്മ എന്നത് മനസ്സിലാക്കണം. എടാ അത് പറയരുത്. ഇങ്ങനെയാണെങ്കിൽ ഇതുപോലെ നിന്റെ അമ്മായി എന്റെ ഭാര്യ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാണോ ഞാൻ? അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്തതാണോ ഞാൻ? വെളുപ്പിനെ ഞാൻ 6 മണിക്ക് പണിക്ക് പോകും. അവൾ കിടന്ന് ഉറങ്ങുമ്പോൾ ശല്യം ചെയ്തില്ല, ഒരു വാക്ക് ഞാൻ മിണ്ടത്തില്ല, ഉണർത്തത്തില്ല, യാത്ര പോലും പറയാതെ ഞാൻ പോകും. വൈകിട്ട് 12 മണിക്ക് തിരിച്ച് ഞാൻ വീട്ടിൽ വരും. അപ്പോഴും അവൾ കിടന്ന് ഉറങ്ങുമായിരിക്കും. ഞാൻ ശല്യം ചെയ്തില്ല. അങ്ങനെ പോറ്റി വളർത്തിയത് അവള്. 16 വർഷം വരെ ഞാൻ നോക്കി. അവള് പോയില്ലേ? ഇല്ലേ? ഈ മൊബൈൽ മേടിച്ച് വെറുതെ കട്ടിലിട്ടിട്ട് കാര്യമില്ല, ഇടയ്ക്ക് ചാർജ് ചെയ്യണം. ഇതങ്ങനെയല്ല. ഇത് ആത്മാർത്ഥമായിട്ട് ഞാൻ സ്നേഹിച്ചൊരു പെണ്ണ. അവിടെ എന്നെ ഉപേക്ഷിച്ചു പോയി. അറിയാം. നീ വിഷമിക്കാതെ പോയത് പോട്ടെ. നീ ആ റിമോട്ടിൽ ഞാൻ TV ഒന്ന് പോകട്ടെ. റിമോട്ടും കൺട്രോളും ഒക്കെ പോയി നിൽക്കണേ. ഞാൻ വെറുതെ അമ്മ എന്നെ കൊണ്ട് പറയരുത്. ഞാൻ അമ്മ ഒന്നും ഉള്ള സമയം സന്തോഷിക്കടാ. നീ സന്തോഷിക്ക്. ആ റിമോട്ട് ഇവിടെ കാണും. മാറിക്കേ നോക്കട്ടെ. കളി ഊപ്പർ കളി കൊള്ളാം. ഇതാരടാ റിമോട്ട് കൊണ്ടുവച്ചേ? അല്ല അവളെ ഞെളിഞ്ഞിരുന്ന കേട്ടാ. അവളെ ഞെളിഞ്ഞ് വിരിച്ചിരുന്ന അങ്ങനെ. ഒരു കാര്യം, ഞാൻ നിന്റെ വീട്ടിൽ വന്നിരിക്കാം. മിക്കവാറും എന്റെ വീട്ടിൽ വന്നിരിക്കേണ്ടി വരും. പോടാ. എടാ നിന്റെ അനിയൻ പ്രകാശനല്ലയോ? പ്രകാശ് ഒരു പ്രേമിച്ച പെണ്ണെ വിളിച്ചോണ്ട് രജിസ്റ്റർ മാരേജ് ഇങ്ങോട്ട് വരുന്നുണ്ട്. എങ്ങനെ? നിന്റെ അനിയൻ പ്രകാശൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കല്യാണം കഴിച്ച്. അല്ല, അവനൊക്കെ അതിന് ഭയങ്കര കഴിവാണ്. നമ്മളൊന്നും വിചാരിച്ചാൽ നടക്കൂല. അവനൊരു പെണ്ണിനെ വളയ്ക്കാനും അതിനെ കൊണ്ടുവരാനും ഒക്കെ അവന് നല്ല കഴിവാ. നമ്മളെ മാത്രം ഒരു പെണ്ണ് തേച്ചിട്ട് പോയില്ലേ? ഈ ഞാൻ പറയണത്, ഈ തേച്ചിട്ട് പോണ പെണ്ണുങ്ങളില്ലേ, ഒരു ഒറ്റണത്തിന് വീട്ടിൽ കയറ്റി പൊറപ്പിക്കും. നീ കയറ്റും. ഞാൻ കയറ്റൂല. നീ മോനെ ഞാൻ കയറ്റൂല. എടാ നീ കയറ്റും. പിന്നെ നീയാണ് തീരുമാനിക്കണം. ഞാൻ കയറ്റൂല. ഞാനാ തീരുമാനിക്കുന്നത്. നീ കയറ്റും. എന്ത്? എടാ നിന്റെ അനിയൻ പ്രകാശനെ നിന്നെ തേച്ചിട്ട് പോയ പെണ്ണുണ്ടല്ലോ, ഏതാ? അശ്വതി. അശ്വതി കെട്ടിക്കൊണ്ട ഇങ്ങോട്ട് വരുന്നത്. നീ കയറ്റും. അശ്വതിയാ? എന്റെ അനിയനാ? അല്ല ഭരണി, നിന്റെ അനിയനെ കെട്ടിക്കൊണ്ട് വരുന്നതെന്ന്. റിമോട്ട് കിട്ടി. അമ്മാവനോട് TV സെർച്ച് ചെയ്യാം. അതെ, അമ്മാവൻ അറിയരുത്. ഞാനവനോട്ട് കൊടുത്തോളാം. അമ്മാവൻ അറിഞ്ഞ പ്രശ്നമാകും. അമ്മാവനെ കമ്പിപ്പാരെ കടിച്ചവന് കൊല്ലു അവൻ. ഞാൻ പറയത്തില്ല, നീ ബാക്കി കാര്യങ്ങൾ. എന്നെ തേച്ച പെണ്ണാണെന്ന് പറയരുത്. അമ്മാവൻ ഫസ്റ്റ് തന്നെ വയലന്റ് ആകും. അമ്മാവാ, റിമോട്ട് കിട്ടിയോ? റിമോട്ട് കിട്ടിയോ? ഇങ്ങ് വന്നേ. ചെറിയൊരു പ്രശ്നമുണ്ട്. കണ്ണിനെ കാഴ്ച നമ്മളെ അറിയിക്കാതെയാണ് ചെയ്തതെങ്കിൽ തെറ്റായിപ്പോയെങ്കിലും എനിക്കൊന്നും പറയാനൊക്കെ മനസ്സിലായില്ല. സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ അനിയനില്ലേ, അവനിപ്പോ ഒരു പെണ്ണിനെ രജിസ്റ്റർ ചെയ്ത് കല്യാണം കഴിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന്. ആരെ? പ്രകാശനോ? സത്യമാണ് പറയുന്നത്. അങ്ങനെ വേണം, ആമ്പിള്ളേർ അങ്ങനെ വേണം. എടാ നീ മലബലവ ഇങ്ങനെ വളർന്ന് നിൽക്കുമല്ലേ, ഇത്രയും കാലമായിട്ട് നിനക്ക് തോന്നാത്ത അവർ തോന്നിയല്ലോ. ഇവിടെ ഒരു പെൺകുട്ടി വേണം, ഈ വീടിന് ഐശ്വര്യം വേണമെങ്കിൽ ഒരു പെണ്ണ് ഇവിടെ വരണം. നിനക്ക് സാധിക്കാതെ അവൻ സാധിച്ചു, അങ്ങനെ പറ. അല്ല അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയണ്ട, ഒരക്ഷരം നീ പറയണ്ട. അവൻ ആൺകുട്ടി. അവൻ എവിടെ? നീ കണ്ടായിരുന്നു അവരെ? പിന്നെ കൊള്ളാം, ഞാൻ കണ്ടോന്നോ? ദൈവമേ, എനിക്ക് സന്തോഷമായി. എന്റെ പ്രകാശൻ അവൻ പറട്ടെ, എനിക്കൊന്നും അവനെ കാണാം.
അമ്മാവാ. പൊന്നുമോനെ, പൊന്നുമോനെ. എനിക്ക് സന്തോഷമാണ് മോനെ, സന്തോഷമാണ്. സന്തോഷമായി. ഈ ഒരു പെണ്ണും കൊണ്ട് വന്നല്ലോ, സന്തോഷമായി. ദിലീപേട്ടാ, എനിക്ക് നേരത്തെ പറയാൻ പറ്റിയില്ല. ഒരു ദുർബല നിമിഷത്തില് ഞാൻ 3 വർഷമായിട്ട് പ്രേമിച്ച എന്റെ അശ്വതി അച്ചുവിനെ ഞാൻ കല്യാണം കഴിച്ചു. എത്തിയ പ്രതാപേട്ടൻ എന്ത് ചെയ്യും? ഉണ്ട് ഉണ്ട്, അവൻ മാറി നിൽക്കാതെ ചെറിയ ഒരു മിനിറ്റ്. എന്താ മോനെ, അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണം. രണ്ടുപേരും നന്നായി വാ, നന്നായിട്ട് കഴിച്ചു, നന്നായിട്ട് വാ. എങ്ങനെയുണ്ട് അമ്മാവാ എന്റെ അശ്വതി അച്ചുട്ടി? വെടിക്കെട്ട് ചേരക്കാം. അല്ല, ഒന്നാന്തരം കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാന്ന് പറയായിരുന്നു. ഇനി ഈ കുടുംബത്തിൽ വെച്ച് വിളമ്പി തരാൻ ഒരാളായല്ലോ. അത് ശരി. ഞാൻ ആര്യഭവനിൽ ദോശ വിടുന്ന ബംഗാളിലല്ല കൊണ്ടുവന്നത്, എന്റെ പങ്കാളിയാണ്. അല്ലടാ, ഞാൻ പറഞ്ഞ പെൺകുട്ടി വരുമ്പോ ഒരു ഐശ്വര്യം അതിൻ്റെ ഉണ്ടാവുമല്ലോ. എന്റെ പ്രതാപേ മാറി നിൽക്കുന്നു. ദേ പിണങ്ങി മാറിയിരിക്കോ. ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നല്ലോ, അതിന്റെ ഒരു പിണക്കമുണ്ട്. അനുഗ്രഹം മേടിക്കണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അപ്പുറം പോയിട്ട് കാലിൽ വീഴാം. ചെല്ലേ ചെല്ലേ, മോള് ചെല്ലേ. നല്ല കുട്ടിയാ. പ്രതാപേട്ടാ, ഞങ്ങളെ അനുഗ്രഹിക്കണം. വെള്ളത്തെ പിടിച്ച് മുക്കി കൊല്ലുന്നു. എടി, നീ എന്താടി മല പോലെ നിൽക്കണത്? എടി, കാല വീട് അനുഗ്രഹം മേടിക്കാൻ. ഇനി കാല വീഴേണ്ട കാര്യമില്ല, അതും കൂടെ വലിച്ചു താഴെയിടാനുള്ളൂ, ബാക്കി എല്ലാം തികഞ്ഞു. അതാരെന്ന് പറഞ്ഞേ? എന്റെ ചേട്ടൻ. അയ്യോ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചേട്ടനുള്ളത് എന്നോട് എന്താ പറയാഞ്ഞേ? ഞാൻ സർപ്രൈസ് ആക്കി വെച്ചതല്ലേ. ആ, നിനക്ക് ഞാൻ വരുമ്പോ ഒരു സർപ്രൈസ് തരാന്ന് പറഞ്ഞില്ലേ? ആ സർപ്രൈസ് ആണ്. സർപ്രൈസ് ആയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് അച്ഛനായിട്ടും അമ്മയായിട്ടും ഏട്ടനായിട്ടും ആ ഒരു ഏട്ടൻ മാത്രമേ ഉള്ളൂ. അമ്മാവിയായിട്ടും. അതെ അതെ, ഏട്ടനുള്ളതെല്ലാം എനിക്കാ, എനിക്കുള്ളതെല്ലാം ഏട്ടനാ. എന്താ എനിക്കുള്ളതല്ല ഇപ്പൊ നിനക്കാ, നിനക്കുള്ളതൊന്നും എനിക്ക് വേണ്ട. കോമഡിക്കാരനാണ്. എന്നെ ഒരച്ചു വെച്ചേക്കുവാ, ഒന്നുമില്ല. ഭയങ്കര തമാശ, വായെടുത്താ നിറച്ച് കോമഡിയാ. ഞാൻ ഏട്ടന്റെ ഭയങ്കര ഫാനാ. എന്നിട്ട് നീ അതിന്റെ മോട്ടർ തന്നെ അടിച്ചോണ്ട് പോയല്ലേടാ. രാജേ, ഇവിടെ നോക്കിയേ, നീ നോക്കി നിൽക്കാതെ. ഈ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാം നീയാ, ഏറ്റവും മുതിർന്ന ആളാ. ആ കൈക്ക് പിടിച്ച് ഐശ്വര്യമായിട്ട് അവരെ വലത് കാൽ വെച്ചും കൊണ്ട് കയറ്റിക്ക്. അതെ അതെ. കയ്യെ പിടിക്കണം. കോമഡി കുടുംബ ഞാൻ എടുക്കണം. ഏട്ടാ, തേച്ചില്ലേ പെണ്ണ് തേച്ചില്ലേ പെണ്ണ് തെപ്പുപെട്ടി. തേച്ചാ ഭിത്തി മൊത്തം തേച്ചാ? ആ തേച്ചെങ്കിൽ ആ മറുഭാഗത്ത് ഞാൻ വന്നിട്ട് തേക്കാം. ഒരു 8 ഞാൻ തന്നെ കുറച്ചോ. അവനെ റിംഗ് ടോൺ. നിന്നോട് ഞാൻ അടുക്കള പിന്നാമ്പുറം കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ് തേക്കണം എന്ന് പറഞ്ഞില്ല? നാളെ ഞാൻ തേക്കാം. ഇനിയിപ്പോ തേക്കേണ്ട കാര്യമില്ല, തേപ്പുകാരി വന്നിട്ടുണ്ട്. ഈ കൈക്ക് പിടിച്ച് കയറ്റാൻ നോക്കാം. കേൾക്കോ, ഇതെന്റെ ബെഡ്റൂമാ, ഞാൻ തരത്തില്ല. ഏട്ടാ, ഈ ഒരു സമയത്ത് എന്നെ ഞാൻ കിടക്കണ സ്ഥലാന്ന് ഇത്. നീ കിടക്കുന്നു. നമ്മനെ തലവണ കൊണ്ടു പോയി കിടക്കാം. ഇനി ഇങ്ങോട്ട് വരല്ലേ. കറണ്ട് പോകുന്നോ? ക്രിക്കറ്റ് കറണ്ട് പോകും. അടിപൊളി കളിയാണ്. അതുകൊണ്ട് ശരിയാക്കോട്ടെ, ഇപ്പൊ കളി തുടങ്ങും. പാകിസ്ഥാനും ഇന്ത്യ തമ്മിൽ ഉഗ്രം കളിയായിരിക്കും. ഒരു കോപ്പ് കൂടെ നടക്കില്ല, ഒരു കളി 6 നടക്കില്ല. എവിടെ ഇന്ന് കളി? എടാ, ഇന്ന് കാൺപൂരിലാ കളി. കാൺപൂരിൽ നിന്ന് ഇടിയും വെട്ടി മഴയും പെയ്ത് അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഇടിമിന്നലും മഴയായിരിക്കും. ഇന്ത്യ എന്റെ ടീമാ. തോട്ടക്കാട് പോയ ചെബക്കലടിച്ച് പറക്കും ഞാൻ. എന്റെ ടീമിനാണ് പലരും കൊണ്ടുവന്നത്, അത് ഞാൻ സമ്മതിക്കാല. അമ്മ ബീച്ച് പോയി പറയട്ടെ, അമ്മ വേറെ പണിയൊന്നുമില്ല. വെക്കടാ, നോക്കാൻ കളി തുടങ്ങാറായി. പിന്നെ ഇവിടെ ഈ അമ്മയും അമ്മായിയമ്മയും അങ്ങനെ പെണ്ണുങ്ങളാരും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഉടുത്തു മാറാനായിട്ട് വല്ലതും ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ മേല. ഇതിപ്പോ അച്ഛന് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ വാങ്ങിച്ചു തരണം. ഇപ്പൊ സാരി ആണോ ഇഷ്ടമെങ്കിൽ സാരി, അല്ലെങ്കിൽ ചുരിദാർ ആണെങ്കിൽ ചുരിദാർ, മാക്സി ആണെങ്കിൽ മാക്സി, നൈറ്റി ആണെങ്കിൽ നൈറ്റി. എന്താന്ന് വെച്ചാൽ എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ പറഞ്ഞാൽ മേടിച്ചു. പ്രകാശേട്ടന് അലക്കാൻ ഏതാണോ ഇഷ്ടം അത് വാങ്ങിച്ച. നീ അലക്കിയാ മതി, അവളെ തേച്ചോളൂ. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര കോമഡിയാണ്. പ്രകാശേട്ടന് എത്ര ദിവസം ലീവ് ഉണ്ട്? പണിക്ക് പോയാലേ ലീവ് ഉണ്ടാവുള്ളൂ, ചുമ്മാ വീട്ടിൽ കുത്തിരിക്കണ അവിടെ ലീവ് കിട്ടാം. അപ്പൊ പ്രകാശേട്ടന് പണിക്ക് പോറില്ലേ? അയ്യോ ഉണ്ട്, എനിക്ക് മോട്ടറിന്റെ ഫാൻ്റെ ഒക്കെ പരിപാടി ഇല്ല. അത് ശരിയാ. മോട്ടർ ആകുമ്പോ വെള്ളം അടിക്കും, ഫാനാകുമ്പോ കറങ്ങുകയും ചെയ്യും. ചുമ്മാ വെള്ളം അടിച്ച് കറങ്ങി അടയ്ക്കാ നീ. പ്രകാശേട്ടൻ വെള്ളം അടിക്കോ? ഇല്ലില്ല, അങ്ങനെ വെള്ളം ഇടുന്ന അടിക്കത്തില്ല. ഈ മോട്ടർ വെള്ളം അടിക്കുമല്ലോ, ഫാനാണെങ്കിൽ കറങ്ങുമല്ലോ. അപ്പൊ രണ്ടും കൂടി ചേർത്ത് ക്ലബ് ചെയ്തൊരു കോമഡി ഉണ്ടാക്കി പറഞ്ഞ എനിക്ക് പറയട്ടാ. അമ്മാവാ, ഓ നമ്മന കിട്ടിയില്ലായിരുന്നു. കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല, ഇനിയും കെട്ടണോ? അതല്ല, കിട്ടിയില്ല. കിട്ടിയില്ല, അത് തരാമല്ലോ. എന്നതാ അത്? അതല്ലെന്ന്
പ്യാല് കിട്ടി. പ്യാലോ? പാലിപ്പാൽ. ഓ പാല്. ഞാൻ എന്തിനാ എന്നെ ഞാൻ പറഞ്ഞ എന്റെ സ്വഭാവം മാറിക്കിട അങ്ങോട്ട്. എടാ നീയാണ് ഇവിടുത്തെ കാരണവരായിട്ട് നിൽക്കുന്ന ആള്. നീ ഒരു ഗ്ലാസ് പാല് കൊണ്ടുവന്ന് ആ മോന് കൊടുത്ത് പ്രകാശന് കൊടുക്ക്. അത് വേണം. അതിനിവിടെ പാലില്ലല്ലോ. ഞാൻ പറഞ്ഞു ഒരു കവർ പാല് ഞാൻ മേടിച്ചു അത് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത് കുടിച്ചു. എന്നാ റബ്ബർ പാല് മേടിക്കും. പിന്നെ റബ്ബർ പാല് കുടിച്ചിട്ട് വേണം നിങ്ങൾ തുള്ളി ചാടാനായിട്ട്. അമ്മാവനാണോ റബ്ബർ പാല് കുടിച്ചത്? അല്ലല്ലോ. അല്ല. ഇവിടെ തുള്ളി ചാടാനായിട്ട് ഞാൻ പാല് കൊടുക്കാം. എന്റെ മുണ്ടും പറിച്ച് കളഞ്ഞു. ഇത് വലിയ പോലെ വെച്ചാൽ ഒട്ടിച്ചു വെക്കാനായിരുന്നു. ആടമ്മ നോക്കി പാല് വന്നിട്ട് വേണം. ആ കൊണ്ടുവന്നോ മോനെ? പ്രകാശ എന്തോ വേണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മാവി അമ്മ കൂട് ആ മോളെ വിളിച്ച് മേടിപ്പിച്ച് കൊടമ്മാവി. തേച്ചില്ലേ പെണ്ണെ തേച്ചില്ലേ പെണ്ണെ. തേച്ചാ മൊത്തം തേച്ചാ തേച്ചക്ക് ഇങ്ങോട്ട് തന്നെ. നീ തേക്കടോ ഇട്ട് നീ വീട്ടിൽ പോകാം കേട്ടോ. അവരുടെ കോള് ഒന്നാമത്തെ കാര്യം നടക്കുമ്പോൾ വിളിച്ചത്. പാല് മൊത്തം കുടിച്ചോ? അയ്യോ പകുതി എനിക്ക് തരണായിരുന്നു. ഞാനേ എനിക്കൊന്നും നേരത്തെ പരിചയമില്ലല്ലോ. അപ്പൊ ഒന്നും അറിയാത്തതിന്റെ പേരിൽ അങ്ങനെ അങ്ങ് ആയിപ്പോയതാ. അറിയാത്തതിന്റെ പേരല്ലേ ഇതിന്റെ ആക്രാന്തമാണത്. തമാശക്കാരൻ ഞാൻ പറഞ്ഞില്ലേ. കിടക്കാം കിടക്കാം. കിടക്കാം, പക്ഷേ വയറിനകത്ത് എന്തോ ഒരു തിരയിളക്കം. എന്താണെന്നറിയാൻ മേല. അയ്യോ ആ പാല് കുടിച്ച പിന്നെ എന്നാ ഇവിടുത്തെ ബാത്റൂം എവിടാ? അയ്യോ എനിക്കെങ്ങനെ അറിയത്? ചേട്ടന്റെ വീടല്ലേ? സത്യമായിട്ട് എന്റെ വീടാണല്ലോ. ഞാൻ എന്നോടല്ലേ ചോദിക്കണ്ടേ? അമ്മാവാ ആ കക്കൂസിലത്തിന് വെള്ളം കോരി വെക്കാവോ? വെള്ളം ഉണ്ടല്ലോ. എന്താ മോനെ? ആ പാല് കുടിച്ച പിന്നെ ഇതൊക്കെ ആദ്യത്തെ ടെൻഷന്റെ മാറും. ചെല്ല അങ്ങോട്ട്. അതല്ലെന്ന് അനന്ന് ബാത്റൂമിൽ പോണ്ടേ? ബാത്റൂമിൽ ഞാൻ പോയിക്കോളാം, നീ ചെല്ല്. നീയാണ് ബാത്റൂം. അല്ല അതൊക്കെ അങ്ങനെ തന്നെ ചുമ്മാ അമ്മാവാ, അടങ്ങി. അല്ല ആ പാല് കുടിച്ച പിന്നെ എനിക്ക് ബാത്റൂമിൽ പോകണം. എനിക്ക് എന്തോ ഭയങ്കര ഇതാണോ? ആ അതെ അല്ല കുഴപ്പം. വെള്ളം കോരി വെക്കേ. നീ ഏത് പാല കൊടുത്തത്? ഞാനാ പിന്നെ ഫ്രിഡ്ജിന്റെ പുറകിരുന്ന പാല്. ഫ്രിഡ്ജിന്റെ പുറകിരുന്ന പാല് ഫിനോസിൽ. ഫിനോയിലാ? ഫിനോയിൽ. എന്റെ ദൈവമേ. നീ എന്നെ വഴിയാണ് കാണിച്ചത്. അവരവരാണോ കുടിപ്പിച്ചത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ആദ്യരാത്രി കുളവാക്കാൻ വേണ്ടിട്ട് ഏട്ടനാണെന്ന് നോക്കുന്നത് ഒരു പോക്കത്രം കാണിക്കുന്നത്. എന്തിന്? എടാ നീയേ ഞാൻ സ്നേഹിച്ച പെണ്ണിനെ വിളിച്ചോണ്ടല്ലേ നീ ഇവിടെ വന്നത്. അപ്പൊ നിന്റെ ആദ്യരാത്രി ഞാൻ കൊളാക്കും. ആര് സ്നേഹിച്ചത്? നീ ഞാൻ സ്നേഹിച്ച, ഞാൻ 6 വർഷം സ്നേഹിച്ച എന്റെ അച്യുതി കുട്ടിയാണ് നീ വിളിച്ചോണ്ട് വന്നു. നീ എന്നോട് കാണിച്ച തെമ്മടത്തിലല്ലേ നീ? അശ്വതി ഇവിടെ വന്ന നീ ഈ ചേട്ടൻ പറഞ്ഞൊക്കെ ശരിയാണ്. നീ സ്നേഹിച്ചതാണോ ഈ മനുഷ്യനെ? ശരിയാണ് ഇവൻ പറഞ്ഞു. ശരിയാണോ മോളെ? അതെ അമ്മാവാ, ഒരു 3 വർഷം മുമ്പ് വരെ ഞാൻ പ്രതാപേട്ടനെ പ്രേമിച്ചിനായിരുന്നു. എന്നിട്ട് ഞാനും പ്രതാപേട്ടനും കൂടി സിനിമയ്ക്ക് പോയി. അവിടുത്തെ തിയേറ്ററിൽ വെച്ചിട്ട് എനിക്കൊന്ന് തല കറങ്ങി. അപ്പൊ എന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഓട്ടോ വിളിക്കാൻ പോയതാ. എന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രതാപേട്ടനെ ഇവിടെ വെച്ചാ കാണുന്നത്. അപ്പൊ നിങ്ങൾ പറ, മൂപ്പരല്ലേ എന്നെ ചതിച്ചത്? ഓട്ടോസ് വിളിക്കാൻ പോകുന്നത്. ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് അങ്ങോട്ട് എന്നെ വേട്ടാന്ന് വിളിപ്പിക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോക്കറ്റിലും കാണിച്ചു വെച്ചിട്ട് എനിക്കിപ്പോ അമ്മാവാ, അന്നേ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എനിക്ക് ബ്ലഡ് തന്നതൊക്കെ ഈ പ്രകാശ് ചേട്ടനാ. അപ്പൊ അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായി. നേരെ ചേഞ്ച് ആയി ഇങ്ങോട്ടായി പറയാം. അടിപൊളിയാ. ഓട്ടോറിക്ഷ വിളിക്കാൻ കുറച്ച് സമയം എടുക്കണ്ടേ? ആ സ്റ്റാൻഡ് ഓട്ടോറിക്ഷ ഓട്ടോസ് വിളിക്കാൻ പോയെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പെണ്ണിനെ അമ്മാവാ ഇതിനകത്തൊരു പരിഹാരം അമ്മാൻ ഉണ്ടാക്കി തന്നെ പറ്റില്ല. അശ്വതി എന്റെ കൂടെ താമസിക്കണം. ഈ വീട്ടിൽ അശ്വതി താമസിക്കണമെങ്കിൽ അവൾ എന്റെ കൂടെ താമസിക്കും. ഞാൻ വിളിച്ചിറക്കിക്കൊണ്ട പെണ്ണാണ് അശ്വതി എങ്കിൽ എന്റെ കൂടെ താമസിക്കും. അമ്മാവ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കണം. പരിഹാരം ഉണ്ടാക്കാൻ രജിസ്റ്റർ വാങ്ങാൻ കഴിഞ്ഞ് വന്ന അവര്. പക്ഷെ ഇവൻ പറയുന്നതിനകത്തും കാര്യമില്ല. അല്ല അവൻ അതുപോലെ വിഷമിച്ചു. ഞാൻ പല ദിവസങ്ങളിലും അവനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ശരിക്കും അർഹതപ്പെട്ട അവൻ തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. ആ സത്യമായിട്ട് ഞാൻ പറയാടാ. നീ കെട്ടിയതിന്റെ അല്ല, അവൻ അതുപോലെ വേദനിക്കുന്നുണ്ട്. പറയാം. അപ്പം ഞാനൊരു കാര്യം പറയാം. ഇന്ന് തന്നെ ഇപ്പൊ തന്നെ രജിസ്റ്റർ ഓഫീസിൽ നമ്മൾ പോകുന്നു. അതെ, ഈ കൊച്ചിനെ ഇവനെ കൊണ്ട് കെട്ടിക്കുന്നു. എന്നെ കൊണ്ട് വെറുതെ തെരുവിപ്പിക്കരുത്. അല്ലല്ല, അമ്മാവൻ പറഞ്ഞ കേൾക്കണം. അമ്മാവൻ പറഞ്ഞ അനുസരിക്കണം. പെൺകൊച്ചിനെ കെട്ടിക്കൊണ്ട് വന്നപ്പോ അതെന്റെ ചേട്ടന് കൊടുത്തിട്ട് അമ്മാവനുടെ കല്യാണക്കളി നടത്തുകയല്ലേ? നീ സ്നേഹിക്കുന്നതിന് മുമ്പേ പണ്ട് സ്നേഹിച്ചല്ലേ അവൻ. അപ്പൊ അവന് ഓട്ടോറിക്ഷ പിടിക്കാൻ പോകണ്ടല്ലേ ഇങ്ങനെ നഷ്ടപ്പെട്ട കുട്ടിയെ? എന്നെ 3 വർഷം അച്ചേട്ടൻ തേച്ച് അല്ലേ? ഒന്ന് സഹകരിക്കുക. അങ്ങനെയൊക്കെ അവന് കൊടുക്കുക ആ കുട്ടിയെ. അമ്മാവൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ഒരു കാർ വിളിച്ചോണ്ടോ? കാർ വിളിച്ചോണ്ട് വന്നിട്ട് നീ വിളിച്ചോണ്ട് വേണം. നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോവാം. വിളിച്ചല്ലേ?
കാണിച്ചു തരാടാ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അമ്മാവാ അവനെന്തിനാ കാറ് വിളിക്കാൻ പോയത്? ഞാനൊന്ന് പറയുന്നത് കേക്കടേ. വീട്ടിലെ മൂത്ത കാർന്നോരാന്ന് ഞാൻ നോക്കൂല. എടാ ഒന്ന് പറഞ്ഞ കേക്കടാ. എന്ത്? എടാ അവൻ ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ പോയിട്ട് 3 വർഷം കഴിഞ്ഞാ വന്നത്. ഇപ്പൊ അവൻ കാറ് വിളിക്കാൻ പോയിരിക്കാ. നീ കാറ് വിളിച്ച് വരുമ്പോഴത്തേന് 12 വർഷമെങ്കിലും കഴിയും. ആ സമയത്ത് അടിച്ചു വിളിച്ച് സുഖമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. അപ്പൊ ഞാൻ സംശയം ചോദിച്ചോട്ടെ, എന്താ? ഈ 12 വർഷം കഴിഞ്ഞ് പുള്ളിക്കാരൻ വന്നാലാ വീണ്ടും പറഞ്ഞു വിടും. കാർ വിളിക്കാനാ? അല്ല, പിന്നെ പോയി ഒരു ടൂറിസ്റ്റ് ബസ് കൊണ്ടുപോടാന്നങ്ങ് പറയും.